ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. നിന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി വലുതാണ്. അത് നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. അതിനാൽ കർത്താവ് നിന്നെ ഒരുക്കുകയാണ് ഈ കാലഘട്ടത്തിലുടനീളം സംഭവിച്ചിരിക്കുന്നത്. അതിനാൽ നിനക്കുണ്ടായ കുറവുകളെയും ബുദ്ധിമുട്ടുകളെയും നിനക്ക് ചുറ്റുമുള്ള ഭീതിജനകമായ പ്രയാസങ്ങളെ ഒന്നും ഓർത്ത് അധൈര്യപ്പെടരുത്. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്റെ ഹൃദയത്തിൽ സംസാരിക്കും. നീ ഭയപ്പെടേണ്ട. ഇന്ന് നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് നിനക്ക് വിജയം തരും. കർത്താവിൻ്റെ പദ്ധതി നിന്നിൽ നിറവേറ്റപ്പെടാൻ ഇനി അധികം താമസമില്ല. അതിനാൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും കർത്താവിനു വേണ്ടി കാത്തിരിക്കുക, കൂടുതൽ പ്രയത്നിക്കുക. നിന്റെ എല്ലാ മേഖലകളിലും നിന്റെ കഴിവിൻ്റെ പരമാവധി അറിവ് സമ്പാദിക്കുക, അനുഗ്രഹങ്ങൾ നേടുക, എല്ലാം വിവേകത്തോടെ ചെയ്യാൻ പഠിക്കുക. ദൈവം തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. വിശ്വാസത്തോടെ ഇന്നത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, അത്ഭുതങ്ങളുടെ ദിവസമാണ്. അതിനാൽ നിങ്ങൾ ഇന്ന് വെച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ തീർച്ചയായും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും വാക്കുകൾ ശ്രവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഈ പദ്ധതി ഇന്ന് ഞങ്ങളിൽ നിറവേറ്റപ്പെടാൻ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ. ഈ പ്രഭാതത്തിൽ താഴ്മയോടെ അങ്ങയോട് സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇന്ന് വിശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളിൽ നിറവേറ്റപ്പെടാതിരിക്കാൻ ഞങ്ങളിലുള്ള കുറവുകളെ, ബലഹീനതകളെ, തടസ്സങ്ങളെ അവിടുന്ന് എടുത്തുമാറ്റി. ഞങ്ങളുടെ തെറ്റായ ചിന്തകളെ, ബോധ്യങ്ങളെ അവിടുന്ന് എടുത്തുമാറ്റി. കർത്താവെ, ശരിയായ ബോധ്യങ്ങൾ കൊണ്ട്, ശരിയായ ചിന്തകൾ കൊണ്ട്, ശരിയായ ആഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമേ നിന്റെ കരം പ്രവർത്തിക്കണമേ. ഇവർ ഇന്ന് പോകുന്ന ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കുന്നു. അത്ഭുതകരമായി ദൈവം തന്നെ അവിടെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തടസ്സങ്ങൾ മാറ്റി ഇൻ്റർവ്യൂ പാസ്സാകുന്നതിനും ആ ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഈ മക്കളെ നീ ഇന്ന് ആശീർവദിക്കണമേ, അഭിഷേകം ചെയ്ത് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി മേഖലയിലുള്ള ഇവരുടെ പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ. എല്ലാത്തിനും ദൈവമാണ് ഞങ്ങളുടെ അഭയസ്ഥാനം, ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായ ദൈവമേ. പൂർണ്ണമായി ഞങ്ങൾ അങ്ങയിൽ അഭയം കൊള്ളുന്നു. ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ നന്മകളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ, കഴിവുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവേ, നിന്റെ പദ്ധതി ഞങ്ങളിൽ പൂർത്തീകരിക്കപ്പെടാൻ
ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും കണ്ടറിഞ്ഞ് ഉപയോഗിക്കുന്നതിനും ഞങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ താലന്തുകളെയും ഉപയോഗപ്രദമാക്കാൻ ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഞങ്ങളിലേക്ക് അയച്ചു തരണമേ. ഇന്നത്തെ ദിവസം കർത്താവേ, ഈ മക്കൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്ക് പരിപൂർണ വിജയം നൽകണമേ. ഇവരെ സംരക്ഷിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. മക്കളുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. സോഷ്യൽ മീഡിയയ്ക്കും മൊബൈൽ ഫോണിനും അടിമകളായിരിക്കുന്ന എല്ലാവർക്കും വിവേചന ബുദ്ധി നൽകി ആവശ്യത്തിനു മാത്രം അത് ഉപയോഗിക്കുവാൻ കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ തെറ്റായ പ്രവണതകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ സ്കൂളിലും കോളേജുകളിലും പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ദൈവമേ, ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും തന്ത്രങ്ങളിൽ നിന്നും ദുരാരോപണങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിച്ച് എപ്പോഴും ദൈവഭയമുള്ള മക്കളായി വളരാൻ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ട് ഞങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ, ദൈവികമായ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളിൽ ദൈവമേ, നീ അത്ഭുതം നടത്തണമേ. ഇന്ന് ഏറ്റവും അത്യാവശ്യമായ നിങ്ങളുടെ നിയോഗങ്ങൾ, 3 നിയോഗങ്ങൾ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം മൗനമായി നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ സമർപ്പിച്ച 3 നിയോഗങ്ങളെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളാൽ അത് സാധിച്ചു നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ 3 നിയോഗങ്ങളെ ഇന്നത്തെ ദിവസം വലിയ ദൈവിക ഇടപെടലുണ്ടാകാനും ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും അവരുടെ ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഇന്ന് ഈ മക്കളുടെ നിയോഗത്തിന്മേൽ നീ പ്രാർത്ഥിക്കണമേ, പ്രവർത്തിക്കണമേ. അവാച്യമായ നെടുവീർപ്പുകളാൽ, വാക്കുകളാൽ നീ ഞങ്ങളുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിലെത്തിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവഹിതമനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഹിതം നിറവേറ്റുവാൻ, ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി അത് ചെയ്യുവാൻ ഞങ്ങൾക്കിന്ന് ശക്തി നൽകണമേ. ദൈവിക പദ്ധതികൾ ഓരോന്നായി ഞങ്ങളിൽ നിറവേറ്റപ്പെടുന്നതിന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലുള്ള എല്ലാ അവിശ്വാസത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവെ, പ്രാർത്ഥനയിലൂടെ കൂടുതലായി നിന്റെ സന്നിധിയിൽ നിന്നോടൊപ്പം നിന്നിലേക്ക് അടുത്തു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിയോഗങ്ങൾ സാധിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാണ്. ഓരോ നിമിഷവും ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും കർത്താവെ, നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകം മുഴുവനും ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടാലും ഞങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രഭാതത്തിൽ അത് നഷ്ടപ്പെട്ടാലും എൻ്റെ കർത്താവിനെ സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമായി കിട്ടാൻ, എൻ്റെ ദൈവത്തിൽ ഞാൻ ഒന്നായതുപോലെ എന്നോട് ദൈവം ഒന്നാകുന്നതിനും കൂടുതൽ ഫലപ്രദമായ ജീവിതം നയിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും വിവേകത്തോടെ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സംസാരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ, നാവുകളെ എല്ലാ ശത്രുവിൻ്റെ കെണിയിൽ നിന്നും രക്ഷിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ മുൻകൂട്ടി ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ നീ അനേകരെ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ചാനലിനെ പ്രതി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു.
കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് നിന്റെ പദ്ധതി ഇവരിൽ നടപ്പിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവരുടെ നിയോഗങ്ങൾ ഇന്ന് നീ സാധിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നീ സമർപ്പിച്ച 3 നിയോഗങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് സാധിച്ചു തരും. ഈ പ്രാർത്ഥന നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും പോക്കിലും വരവിലും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുണ്ടാകും. നിങ്ങൾക്ക് വിജയമുണ്ടാകും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.